ഹലോ ഓൾ വെൽക്കം ടു റൈസ് അപ്പ് എത്തിക്സ് ആൻഡ് ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. ഇത് നമ്മുടെ ഡേ 5 ഓഫ് എത്തിക്സ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമാണ്. സോ ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു. സോ നമ്മൾ അതിനകത്ത് പഠിച്ചത് ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ ഏതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എന്തൊക്കെ രീതിയിലാണ് ഒരു ആളുടെ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡെവലപ്ഡ് ആവാൻ എന്നുള്ളതൊക്കെ നമ്മൾ ഫാമിലിയിൽ നിന്ന് കൾച്ചർ അങ്ങനെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ എങ്ങനെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ആവാം എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ കവർ ചെയ്ത ടോപ്പിക്ക്. സോ ഇന്നത്തെ നമുക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ആറ്റിറ്റ്യൂഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് ദാറ്റ് ഗോസ് ആൻ ഇൻപുട്ട് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഹൗ ടു ബിൽഡ് എ സ്യൂട്ടബിൾ ആറ്റിറ്റ്യൂഡ് നീഡഡ് ഫോർ എ പബ്ലിക് സർവൻറ്റ് എന്നുള്ളതാണ് ചോദ്യം. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആസ് യൂഷ്വൽ. സോ ഇതിൻ്റെ ഒരു സ്ട്രക്ചറിങ് വേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് എന്താണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ട് തന്നെ തുടങ്ങാൻ പറ്റും ഇവിടെ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് ഈ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഡിപ്പെൻഡ് ഓൺ സിവിൽ സർവീസിലേക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യാം എന്നുള്ളൊരു ആസ്പെക്റ്റിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൻസർ പറയാം. ഇപ്പം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് എ പേഴ്സൺസ് പ്രീ ഡിസ്പോസിഷൻ ടു റെസ്പോണ്ട്, അല്ലേ? എ പേഴ്സൺസ് പ്രീ ഡിസ്പോസിഷൻ ടു റെസ്പോണ്ട് പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ടുവേർഡ്സ് എ പീപ്പിൾ സിറ്റുവേഷനോട് ഇഷ്യൂസ് ഐഡിയാസ് ഇതിനെതിരെ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. സോ ഓരോ ആളുകളുടെ ഒരു പബ്ലിക് സർവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യും? ദാറ്റ് വിൽ ഷേപ്പ് ദ ഡിസിഷൻ മേക്കിംഗ്. അവരെങ്ങനെയാണ് ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ദെൻ യു വിൽ സീ ദ ലോവർ കാസ്റ്റ് പീപ്പിൾ എന്താണ് ഇൻഫീരിയർ ആയിട്ട്. ചിലപ്പോൾ നിങ്ങൾ അപ്പർ കാസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഒരു സിവിൽ സർവൻ്റ് അങ്ങനെയായിരിക്കും കാണുക. നിങ്ങളുടെ വ്യൂ പോയിൻറ്റ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? സോ ഒരു സിവിൽ സർവൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് പ്രോപ്പർ ആയിരിക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഇൻട്രൊഡക്ഷനിൽ അങ്ങനെ എഴുതാം. രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്താ എഴുതേണ്ട കാര്യം എന്താണ്? വേണമെങ്കിൽ നമുക്ക് എഴുതാം ഹൗ ആറ്റിറ്റ്യൂഡ് ഹെൽപ്പ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, അങ്ങനെ എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ആറ്റിറ്റ്യൂഡൽസ് ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പബ്ലിക് സർവൻറ്റിന് വേണ്ടത് എന്നുള്ള രീതിയിൽ എഴുതാം. ദെൻ ഹൗ ടു ബിൽഡ് എ സ്യൂട്ടബിൾ ആറ്റിറ്റ്യൂഡ് നീഡഡ് ഫോർ പബ്ലിക് സർവീസ്. എങ്ങനെയാണ് ഒരു പബ്ലിക് സർവീസിന് ബെറ്റർ ആറ്റിറ്റ്യൂഡ് ആവുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇന്നത്തെ ഫസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പം ദ ആറ്റിറ്റ്യൂഡ് ഈസ് എ ലിറ്റിൽ തിങ് ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു ഫേമസ് കോട്ടാണ്. ചെറിയൊരു കാര്യമാണ് ബട്ട് ദാറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസസ്. ആറ്റിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് ആണ് ബാക്കിയെല്ലാം വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ ആറ്റിറ്റ്യൂഡ് ദോ സ്മോൾ ഇൻ അപ്പിയറൻസ് അവർ ഷേപ്പ് ലേണിംഗ് അഡാപ്റ്റബിലിറ്റി റെസ്പോൺസ് ടു ചലഞ്ചൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ആറ്റിറ്റ്യൂഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ലിങ്ക് ചെയ്യാം. ഇനി ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ വരുന്ന സമയത്ത്, ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻസിലേക്ക് വരുന്ന സമയത്ത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? റെസിലിയൻസ് കീപ്പ് ചെയ്യും, അല്ലേ? അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് എമ്പതി വേണം, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി വേണം, ഗ്രോത്ത് ഓഫ് മൈൻഡ് സെറ്റ് വേണം എന്നുള്ളതാണ്. ഒരുപാട് പേരുടെ എക്സാമ്പിൾസ് നമ്മളിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. റെസിലിയൻസിൽ ഇപ്പം മൈൻഡ് സെറ്റിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ഡിറ്റർമിനേഷനെ പറ്റി നമ്മൾ പറഞ്ഞു, ഒരു ആറ്റിറ്റ്യൂഡാണ്. എമ്പതി നോക്കുകയാണെങ്കിൽ മദർ തെരേസേൻ്റെ കൊമ്പാഷൻ, അല്ലേ? ആളുകൾ എന്ത് ചെയ്യുന്നു? എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു. പുവർ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ കൊടുത്തു മദർ തെരേസ. ഇൻറ്റഗ്രിറ്റി ഈ ശ്രീധരൻ്റെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ സമയത്ത് കാണിച്ചിട്ടുള്ള എത്തിക്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അബ്ദുൽ കലാമിൻ്റെ ഭാഗം വെച്ചിട്ട് നമുക്ക് കോട്ട് ചെയ്തിട്ട് പറയാം. സോ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ എങ്ങനെയാണ് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ബെറ്റർ ആറ്റിറ്റ്യൂഡ് ഫോർ സിവിൽ സർവൻസിനെ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാം എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് വരുമ്പം നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇത് എഡ്യൂക്കേഷൻ തന്നെയാണ്, അല്ലേ? സോ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയൊക്കെ പുള്ളിയുടെ സിംപ്ലിസിറ്റി ഇൻറ്റഗ്രിറ്റി ഒക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? പ്രൈം മിനിസ്റ്റർ ആയ സമയത്ത് അവരുടെ വ്യൂ പോയിൻ്റ് എങ്ങനെയാണ്? അല്ലെങ്കിൽ മോറൽ തിങ്കേഴ്സിൻ്റെ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടികളെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? പഠിപ്പിക്കാം. ആളുകളെ അല്ലെങ്കിൽ 7 സിൻസ് ഓഫ് ഗാന്ധി എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫീൽഡ് എക്സ്പോഷർ. ഇപ്പോൾ നിങ്ങൾ സിവിൽ സർവീസിൽ ലബാസിനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? വില്ലേജ് വിസിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. എന്തിനാണ് വില്ലേജ് വിസിറ്റ്? സോ ടു ഫീൽ ഹൗ ദ വില്ലേജസ് ആർ വർക്കിംഗ്. സോ വില്ലേജസിൻ്റെ ഒരു കൾച്ചർ എങ്ങനെയാണ് അവരോട് അപ്രോച്ച് ചെയ്യേണ്ടത്, അവരുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പം നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡും ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സും അതിൽ നിന്ന് കിട്ടുകയും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സിവിൽ സർവൻ്റ് ആയിട്ട് ഭാവിയിൽ മാറാനും പറ്റുന്നതുകൊണ്ടാണ് ഫീൽഡ് എക്സ്പോഷർ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ആ ഫീൽഡ് എക്സ്പോഷർ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ IAS ആംസ്ട്രോങ് പാമേൻ്റെ ബിൽഡിംഗ് 100 കിലോമീറ്റർ റോഡ് ഇൻ മണിപ്പൂറൊക്കെ എന്താണ് അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ലബാസ്നയിൽ നിങ്ങളെ വില്ലേജ് എക്സ്പീരിയൻസിന് കൊണ്ടുവന്ന് എഴുതാൻ പറ്റും. സോ അത്തരത്തിലുള്ള പോയിന്റ്സ് എഴുതാം. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ത്രൂ മെൻറ്റർഷിപ്പും നമുക്ക് ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്സ് നമുക്ക് എന്ത്
ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എ പേഴ്സൺ ലൈക്ക് ഇ ശ്രീധരൻ പോലെയുള്ള പേഴ്സൺസ് ആളുകൾ മുന്നിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോർമർ ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള ആളുകളൊക്കെ നമ്മൾ മുന്നിലുണ്ടാകുമ്പോൾ ഈ സേഷൻ പോലെയൊക്കെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ബെറ്റർ ഒരു മെൻറ്ററിങ് അവിടെ നടക്കും. സോ മെൻറ്ററിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആക്ഷൻസ് റൈറ്റ് ആണോ അല്ലയോ എന്നുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. എത്തിക്കൽ ആൻഡ് ഇമോഷണൽ ട്രെയിനിങ്ങിലൂടെ നമുക്ക് പറയാം. സോ മാനേജിങ് കോൺഫ്ലിക്റ്റ് ഫെയർനെസ്, എക്സാമ്പിൾ പോലീസ് ഓഫീസ് ഇൻ കേരള യൂസിങ് കൗൺസിലിംഗ് ഓവർ ഫോഴ്സ് ടു ഡ്യൂറിങ് പ്രൊട്ടസ്റ്റ്. ആളുകൾ സംസാരിച്ച് എന്ത് ചെയ്യാൻ നോക്കുന്നു, കാര്യങ്ങൾ തീർക്കാൻ നോക്കുന്നു. എത്തിക്കൽ ആൻഡ് ഇമോഷണൽ ട്രെയിനിങ് കൊടുക്കാം. സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം നമ്മളെ പറ്റിയിട്ടുള്ള സെൽഫ് അവയർനെസ് ഇരിക്കുക, അതായത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, സെൽഫ് അവയർനെസ് ഉണ്ടാകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ഓരോ ആക്ഷനിലും നമ്മൾ സെൽഫ് കൺട്രോൾ ആയിരിക്കും. റിലേഷൻഷിപ്പ് നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യും. അതുകൊണ്ട് ബെറ്റർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഇമ്പാർഷ്യൽ ഡിസിഷൻ മേക്കിംഗ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എല്ലാവരും എന്താണ്, ഒരു യൂണിഫൈഡ് ആയിട്ട് കാണുമ്പോൾ TN സേഷൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ലേണിംഗ്, നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ്സ് നോട്ട് എ സ്റ്റാറ്റിക്. എത്തിക്സ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇറ്റ്സ് ലൈക്ക് എ കറണ്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ റിവർ, ഇറ്റ്സ് ഓൾവേസ് ഫ്ലോയിങ് ആൻഡ് പ്രോഗ്രസിങ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി എത്തിക്സ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ളൊരു ഭാഗം പറയാം. ഓപ്പൺസ് ടു ഫീഡ്ബാക്ക് വൈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്രിറ്റിസിസത്തിന് നമ്മളെപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഈ ഓപ്പൺ ടു ചേഞ്ച് ആയിരിക്കണം. ഇഫ് യു ആർ വെരി റെസ്ട്രിക്റ്റഡ്, ഈ നാരോ മൈൻഡഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കില്ല. പുതിയ ടെക്നോളജികളോടും പുതിയ ഐഡിയോളജികളോടും നമ്മൾ അക്സെപ്റ്റഡ് ആയിരിക്കണം, ഓപ്പൺ ആയിരിക്കണം. ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് എത്തിക്കൽ കണ്ടക്ട്, ഇപ്പം ബെറ്റർ ആയിട്ട് എത്തിക്സോടുകൂടി ഫോളോ ചെയ്യുന്ന ഒരു ഓഫീസറെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അയാളെ എക്സാമ്പിൾസ് ആയിട്ട് ചെയ്യാനും അയാളെ അപ്രിഷ്യേറ്റ് ചെയ്യാനും വേണം. ഇപ്പം പ്രദീപ് കുമാർ റെക്കഗ്നൈസിങ് എലിമിനേറ്റിംഗ് ബ്രൈബറി ഇൻ ദ ലാൻഡ് റെക്കോർഡ്സ് ഇൻ തമിഴ്നാടു ആയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതൊരു ഇൻഹറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന, ജനിക്കുമ്പോഴേ നമുക്കൊരു കിട്ടുന്ന സാധനമല്ല. ഇറ്റ് ഈസ് നോട്ട് ഇൻഹറൻ്റ് അല്ലേ. ഒരു പബ്ലിക് സർവീസ് ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ഇൻഹറൻ്റ് ട്രേറ്റ് അല്ല, പകരം എന്താണ്, ദീസ് ആർ കൾട്ടിവേറ്റഡ് ട്രേറ്റ്. സോ സിൻസ് ഇറ്റ് ഈസ് എ കൾട്ടിവേറ്റഡ് ട്രേറ്റ്, നമുക്ക് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനും ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബെറ്റർ സിവിൽ സർവൻറ്റിനെ വാർത്തെടുക്കാൻ പറ്റും എന്ന രീതിയിലൊരു കൺക്ലൂഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾട്ടിവേറ്റിംഗ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ സിവിൽ സർവീസ് ഈസ് എസെൻഷ്യൽ. സോ സെക്കൻഡ് IRC പോലെയുള്ള റെക്കമെൻഡേഷൻ എത്തിക്സ് ഇൻ ഗവേണൻസ് ഹൈലൈറ്റ് ദ ഇമ്പാക്ട്സ് ഓഫ് സർവീസ് ഡെലിവറിയിൽ എത്തിക്സിൻ്റെ റോൾസ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അത് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാൻ പറ്റും, ഇതുപോലെയുള്ള സേവത്വം മോഡൽ എത്തിക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ അങ്ങനത്തെ മോഡൽ എത്തിക്കൽ ഗവേണൻസിന് എന്താണ് ഇപ്പോൾ ഒരു ബെറ്റർ ആസ്പെക്ട്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓൺലി ത്രൂ ദ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള സിവിൽ സർവൻസിനോട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള എത്തിക്കൽ മിഷനറി ബ്യൂറോക്രാറ്റിക് മിഷനറി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് കൺക്ലൂഷൻസ് കൊടുക്കാൻ പറ്റും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇത്രയും പോയിന്റ് നിങ്ങൾ എഴുതണമെന്നില്ല, എങ്കിലും എന്ത് ചെയ്യാൻ നിൽക്കുക, മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോയിൻറ്റ്സിനകത്ത് എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.